പക്ഷേ ആ പയ്യൻ അതിലൊന്നും പതറാതെ ആ ഒരു ഗ്രാമത്തിന്റെ ഹുക്കാകെ ആവുക എന്ന ലക്ഷ്യത്തോടെ, അതായത് ആ നാടിന്റെ ലീഡർ ആവുക എന്ന ലക്ഷ്യത്തോടെ അവന് നേരിടേണ്ടി വന്ന അവഗണനയെ മറികടന്ന് അവൻ അവൻ്റെതായ കാൽച്ചുവടുകൾ വെക്കുകയാണ്. അതെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മസാഷി കിഷിമോട്ടോ എന്ന മാങ്ക റൈറ്ററിന്റെ 2002 ഒക്ടോബർ 3 പുറത്തിറങ്ങി അനിമെ എന്ന വേൾഡിനെ മാറ്റിമറിച്ച നറൂട്ടോയാണ്. സോ ഗൈസ്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിൽ സെറ്റ് ചെയ്യുക. എന്ന അനിമെ ആൻഡ് മൂവി ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആനിമോ എക്സ്പോഷർ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നറൂട്ടോ സീരീസിലെ സീസൺ 1 എപ്പിസോഡ് 1. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു പാസ്റ്റ് ആണ് കാണിക്കുന്നത്. 12 വർഷങ്ങൾക്ക് മുൻപ് ലീഫ് വില്ലേജിൽ ഒരു 9 ടൈൽഡ് ഫോക്സ് പ്രത്യക്ഷപ്പെടുകയാണ്. അത് അതിന്റെ 9 വാലുകൾ കൊണ്ട് നാടിനെ അടിച്ചമർത്തുകയായിരുന്നു. അതിനെ എതിർത്ത് നിന്നിരുന്ന നിഞ്ചകൾക്കൊന്നും അതിനെ പിടിച്ചു കെട്ടാനായിരുന്നില്ല. അവസാനം ആ നാടിനെ രക്ഷിക്കാനായി ആ നാടിന്റെ ലീഡറായ ഫോർത്ത് ഹുക്കാകെ തന്റെ ജീവൻ പണയം വെച്ച് ആ 9 ടൈൽഡ് ഫോക്സിനെ ഒരു കുട്ടിയുടെ ശരീരത്തിലേക്ക് അടച്ചു വെക്കുകയാണ്. ആ കുട്ടിയുടെ പേരാണ് നറൂട്ടോ. അങ്ങനെ നറൂട്ടോ എന്ന ടൈറ്റിൽ എഴുതി കാണിച്ച് എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. പ്രസന്റിൽ നറൂട്ടോ ഒരു പെയിന്റും ബക്കറ്റും പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവനെ പിടിക്കാനായി അവന്റെ പുറകിൽ അവന്റെ സെൻസൈമാരുണ്ട്. എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചതിനാണ് അവനെ പിടിക്കാൻ നടക്കുന്നത്. അങ്ങനെ നറൂട്ടോയെ പിടിക്കാൻ കഴിയാതെ അവിടുത്തെ തേർഡ് ഹുക്കാഗയോട് അവൻ ചെയ്ത പ്രശ്നങ്ങളൊക്കെ പറയാണ്. അവൻ ഇതിനു മുൻപുള്ള ഹുക്കാഗമാരുടെ മുഖത്തെല്ലാം പെയിന്റ് അടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ സെൻസൈമാരെ പറ്റിച്ച് ഒരു മതിലിൽ ഒളിച്ചു നിൽക്കുന്ന നറൂട്ടോയെ അവന്റെ സെൻസൈയായ ഇറൂക്ക സെൻസൈ വന്ന് പിടിക്കുകയാണ്. സെൻസൈ എന്ന് പറഞ്ഞാൽ അവരെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ. അങ്ങനെ ഇറൂക്ക സെൻസൈ അവനെ കെട്ടിക്കൂട്ടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഹാളിൽ കൊണ്ടുപോയി ചോദ്യങ്ങൾ ചെയ്യാണ്. അവിടെ വെച്ച് ഇറൂക്ക സെൻസൈ, കഴിഞ്ഞ പ്രാവശ്യവും നീ നിന്റെ ഗ്രാജുവേഷൻ ഫെയിലായി, ഇനി നിനക്ക് ഒരു അവസരം കൂടിയുണ്ട്, അതും നീ കളയാൻ ഉദ്ദേശിക്കുകയാണോ? ശേഷം അവർ അവരുടെ ജുഡ്സു പ്രാക്ടീസിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ചാൻസ് സക്കുറയ്ക്കായിരുന്നു. അവൾ ഇറൂക്ക സെൻസയെ പോലെ ആയി ടെസ്റ്റ് പാസ്സാവുന്നു. അതിനുശേഷം വന്നത് സാസുകെ ഉച്ചിഹ, അവനും ഇറൂക്ക സെൻസയെ പോലെ ആയി ടെസ്റ്റ് പാസ്സാവുന്നു. ശേഷം വന്നത് നറൂട്ടോ ആയിരുന്നു. അവനെ നോക്കി ചീക്സ് ഒക്കെ ബ്ലഷിയായി നിൽക്കുന്ന ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. അവക്ക് എന്തോ നറൂട്ടോയോടുണ്ട്. അങ്ങനെ നറൂട്ടോ അവന്റെ ജുഡ്സു പുറത്തെടുക്കുകയാണ്. സെക്സി ജുഡ്സു, അതായത് ലേഡിയെ പോലെ ആവുന്ന ജുഡ്സു. നറൂട്ടോയെ അതിൽ കാണുന്ന ഇറൂക്ക സെൻസയുടെ മൂക്കിലൂടെയൊക്കെ ചോര വന്ന് തെറിച്ചു പോവാണ്. പിന്നീട് നറൂട്ടോ ചെയ്തു വെച്ച കുസൃതികളെല്ലാം നേരെയാക്കാൻ വേണ്ടി ഇറൂക്ക സെൻസൈ അവനെ കൊണ്ട് തന്നെ പെയിന്റിംഗ് എല്ലാം തുടപ്പിക്കുന്നു. അങ്ങനെ ഇറൂക്ക സെൻസൈ നറൂട്ടോയോട് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വീട്ടിലേക്ക് പോവാൻ നോക്ക്. അത് കേൾക്കുന്ന നറൂട്ടോയാണെങ്കിൽ, പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് എന്താ, വീട്ടിൽ എന്നെ കാത്തിരിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവൻ ആ പെയിന്റിങ് തുടക്കുകയാണ്. ഇത് കേൾക്കുന്ന ഇറൂക്ക സെൻസൈക്കാണെങ്കിൽ നല്ല രീതിക്ക് വിഷമിപ്പിക്കുന്നതായിരുന്നു. ഇറൂക്ക സെൻസൈ അവനോട് പറയാണ്, നറൂട്ടോ നീ ഇതെല്ലാം തുടച്ചു കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാൻ. അങ്ങനെ ഫുഡ് കിട്ടുമെന്നറിഞ്ഞ നറൂട്ടോ പെട്ടെന്ന് തന്നെ അവിടെ ഉള്ളതെല്ലാം തുടച്ച് ഇറൂക്ക സെൻസൈയുടെ കൂടെ കടയിലേക്ക് പോവാണ്. അവിടെ റാമൻ, അതായത് നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നറൂട്ടോയോട് ഇറൂക്ക സെൻസൈ പറയാണ്, നറൂട്ടോ നീ എന്തിനാണ് ഇങ്ങനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഹുക്കാഗേസിന്റെ മുഖത്തൊന്നും അങ്ങനെ വരച്ചു വെക്കാൻ പാടില്ല. നിനക്ക് ഹുക്കാഗെ ആരാണെന്ന് അറിയില്ലേ? ആ അറിയാം, പണ്ട് കാലത്തുണ്ടായിരുന്ന മികച്ച ഷിനോബിയല്ലേ? അതിൽ ഫോർത്ത് ഹുക്കാഗെയാണ് ഈ നാടിനെ 9 ടൈൽഡ് ഫോക്സിൽ നിന്നും രക്ഷിച്ചത്. പക്ഷേ ഞാൻ അവരെക്കാൾ മികച്ചവനാകും. ഞാനാണ് നറൂട്ടോ, അടുത്ത ഹുക്കാഗെ. ശേഷം നറൂട്ടോ ഇറൂക്ക സെൻസൈയോട് ഒരു സഹായം ചോദിക്കുകയാണ്. എന്തെന്നാൽ ഇറൂക്ക സെൻസൈയുടെ ഹെഡ് ബാൻഡ് അവനൊന്ന് കൊടുക്കുമോ എന്ന്. പക്ഷേ ഇറൂക്ക സെൻസൈ അവനത് കൊടുക്കുന്നില്ല. കാരണം ഇറൂക്ക സെൻസൈ പറയാണ്, അക്കാഡമിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയാൽ മാത്രമേ ഇത് ഏവർക്കും കൊടുക്കുകയുള്ളൂ. അതിനുവേണ്ടി നീ നാളെ പാസ്സാവണം. അങ്ങനെ പിറ്റേ ദിവസം ഫൈനൽ ടെസ്റ്റ് നടക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആദ്യത്തെ ടെസ്റ്റ് ക്ലോൺ ജുഡ്സു ആയിരുന്നു. അതാണ് നറൂട്ടോയ്ക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ജുഡ്സു. അങ്ങനെ നറൂട്ടോ അതിലും ഫെയിൽ ആവുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മിസുക്കി സെൻസൈ എന്ന ആൾ ഇറൂക്ക സെൻസൈയോട് പറയാണ്, ഇറൂക്ക സെൻസൈ നറൂട്ടോയെ ഇപ്രാവശ്യമെങ്കിലും ഗ്രാജുവേറ്റ് ആക്കി വിട്ടേക്ക്. അവനിത് 3ാമത്തെ പ്രാവശ്യമല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇറൂക്ക സെൻസൈ പറയുകയാണ്, ഇല്ല ഞാൻ കൊടുക്കില്ല. അവൻ ടെസ്റ്റിൽ പാസ്സാവാതെ അവനെ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യില്ല. അങ്ങനെ എല്ലാവരും ഗ്രാജുവേറ്റ് ആയി നിൽക്കുന്നത് കണ്ട് നറൂട്ടോ സങ്കടപ്പെടുകയാണ്. പിന്നീട് മിസുക്കി സെൻസൈ നറൂട്ടോയും കൂട്ടി ഒരു ഉയർന്ന പ്രദേശത്ത് നിന്ന് സംസാരിക്കുകയാണ്. അയാൾ നല്ലതുപോലെ നറൂട്ടോയെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നറൂട്ടോയെ വിഷം കുത്തിവെക്കുക, അവന്റെ മനസ്സിനെ ചീത്തയാക്കുക. മിസുക്കി സെൻസൈ അവനോട് പറയാണ്, നറൂട്ടോ നിനക്ക് ഗ്രാജുവേറ്റ് ആവണമെങ്കിൽ ഒരു സീക്രട്ട് അറിഞ്ഞിരിക്കണം. അവിടെ സീൻ കട്ടാക്കി പിന്നെ കാണിക്കുന്നത് ഇറൂക്ക സെൻസൈയാണ്. ഇറൂക്ക സെൻസൈ അവന്റെ ബെഡിൽ കിടന്നുകൊണ്ട് 9 ടൈൽഡ് ഫോക്സിന്റെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവനൊഴികെ അവന്റെ കുടുംബം മൊത്തം 9 ടൈൽഡ് ഫോക്സ് മൂലം നറൂട്ടോയെ പോലെ അനാഥനാവുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് മിസുക്കി സെൻസൈ വന്ന്
ഇറൂക്കയെ വിളിക്കുന്നത്. മിസുക്കി ഇറൂക്കയോട് പറയാണ്, ഇറൂക്ക ഒരു പ്രശ്നമുണ്ട്, തേർഡ് ഹുക്കാഗെ നിങ്ങളെ വിളിക്കുന്നുണ്ട്. പ്രശ്നം നറൂട്ടോ തന്നെയാണ്. അവൻ നിഞ്ച സ്ക്രോൾ കട്ടെടുത്ത് കടന്നു കളഞ്ഞു. പിന്നീട് നറൂട്ടോയെ കാണിക്കുമ്പോൾ അവൻ ആ സ്ക്രോളിലുള്ളതെല്ലാം തുറന്ന് വായിച്ചു നോക്കുകയാണ്. അതൊന്നും അവന് മനസ്സിലാവുന്നില്ല. അങ്ങനെ തേർഡ് ഹുക്കാഗയുടെ അടുത്ത് എല്ലാ നിഞ്ചാസും ഒത്തുകൂടിയിട്ടുണ്ട്. അവിടെ കൂടി നിൽക്കുന്ന നിഞ്ചാസ് തേർഡ് ഹുക്കാഗയോട് പറയാണ്, ഇത് ഒരു കുട്ടിക്കളിയല്ല. കാരണം ഫസ്റ്റ് ഹുക്കാഗെ എല്ലാ സീക്രട്സും അതിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. അത് ശത്രുക്കളുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ നമ്മുടെ വില്ലേജ് അവർ നശിപ്പിക്കും. അങ്ങനെ തേർഡ് ഹുക്കാഗെ അവരെ എല്ലാം നറൂട്ടോയെ പിടിക്കാൻ പറഞ്ഞയക്കുകയാണ്. ഇതെല്ലാം മിസുക്കി സെൻസയുടെ കളിയായിരുന്നു. നറൂട്ടോയെ പുറത്താക്കി അവൻ ആ സ്ക്രോൾ കൈക്കലാക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെയെല്ലാം ചെയ്യിച്ചത്. പിന്നീട് കാണിക്കുന്നത് നറൂട്ടോയുടെ അടുത്തെത്തുന്ന ഇറൂക്ക സെൻസൈയാണ്. ഇറൂക്കയെ കാണുന്ന നറൂട്ടോ പറയാണ്, ഹോ ഇറൂക്ക സെൻസൈ, നിങ്ങൾ എന്തൊരു സ്പീഡിലാ വന്നത്. എനിക്കാകെ ഒരു ജുറ്റ്സു മാത്രമേ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. അവൻ പറയുന്നതെല്ലാം കേട്ട ഇറൂക്ക സെൻസൈ അവൻ നല്ല രീതിക്ക് കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. ശേഷം സ്ക്രോൾ എടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞു തന്നെന്ന് ചോദിക്കുമ്പോൾ അത് മിസുക്കി സെൻസൈയാണ് പറഞ്ഞതെന്ന് നറൂട്ടോ പറയാണ്. അതേസമയം നറൂട്ടോയുടെയും ഇറൂക്ക സെൻസൈയുടെയും അടുത്തേക്ക് കുറെ കൂർത്ത കമ്പികൾ വന്ന് പതിക്കുകയാണ്. പക്ഷേ ഇറൂക്ക സെൻസൈ നറൂട്ടോയെ തട്ടിമാറ്റി അത് സ്വയം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി. അത് അവർക്ക് നേരെ അയച്ചത് മിസുക്കി ആയിരുന്നു. അവൻ നറൂട്ടോയോട് ഡാ ആ സ്ക്രോളിങ് താ. പക്ഷേ ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന നറൂട്ടോ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഇറൂക്ക സെൻസൈ അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നറൂട്ടോ, നീ ഒരിക്കലും ആ സ്ക്രോൾ അവന് കൊടുക്കരുത്. കാരണം അവന്റെ പവർ വർദ്ധിപ്പിക്കാനായി നിന്നെ അവൻ ഉപയോഗിക്കുകയായിരുന്നു. പക്ഷേ മിസുക്കി അവനോട് പറയാണ്, നറൂട്ടോ നീ ഒരിക്കലും ഇറൂക്കയെ വിശ്വസിക്കരുത്. അവൻ നിന്നെ ചതിക്കുകയായിരുന്നു. അപ്പോ ഇറൂക്ക അത് പറയരുതെന്ന് പറയുമ്പോൾ ഇസുക്കി നറൂട്ടോയോട് പറയാണ്, ഇറൂക്ക നീ നന്നാവരുതെന്ന് വിചാരിച്ചു. അവൻ ഇത്രയും കാലം നിന്നോടൊരു സത്യം മറച്ചു വെച്ചു. അതെന്താണെന്നാൽ നിന്റെ ശരീരത്തിലാണ് 12 വർഷങ്ങൾക്ക് മുമ്പ് 9 ടൈൽഡ് ഫോക്സിനെ അടച്ചു വെച്ചത്. അതുകൊണ്ട് നീയൊരു 9 ടൈൽഡ് ഫോക്സ് ആണ്. അതുകൊണ്ടാണ് നിന്നെ എല്ലാവരും അകറ്റി നിർത്തുന്നത്. ഈ നന്നാവരുതെന്ന് ഈ നാട്ടുകാർ ചിന്തിച്ചു. പോരാത്തതിന് ഈ ഇറൂക്കയും അവനെല്ലാം പറഞ്ഞത് കേട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന നറൂട്ടോയ്ക്ക് നേരെ മിസുക്കി ഒരു വലിയ നിഞ്ച ബ്ലേഡ് എടുത്ത് എറിയുകയാണ്. പക്ഷേ പിന്നെയും നറൂട്ടോയ്ക്ക് വേണ്ടി ഇറൂക്ക സെൻസൈ അത് ഏറ്റുവാങ്ങി. അത് കാണുന്ന നറൂട്ടോ ഇറൂക്ക സെൻസൈയോട് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇറൂക്ക അവനോട് പറയാണ്, നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ്. നിന്നെ പോലെ തന്നെ എന്നെ ആരും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇത്ര ഇഷ്ടപ്പെടുന്നത്. അവിടെ വെച്ച് അവർ രണ്ടുപേരും ഇമോഷണൽ ആവുകയാണ്. പക്ഷേ പിന്നെയും മിസുക്കി നറൂട്ടോയിൽ വൈരാഗ്യം കുത്തി നിറയ്ക്കുകയായിരുന്നു. നറൂട്ടോ, ഇറൂക്ക നിന്നെ ഇഷ്ടപ്പെടുന്നില്ല. നിന്നെ കൊല്ലാനാണ് അവൻ ശ്രമിക്കുന്നത്. കാരണം അവന്റെ ഫാമിലിയെ നശിപ്പിച്ച 9 ടൈൽഡ് ഫോക്സ് ഇപ്പോൾ നിന്റെ ശരീരത്തിലാണ്. അത് കേൾക്കുന്ന നറൂട്ടോ ഇറൂക്കയിൽ നിന്നും ഓടി പോവുകയാണ്. അങ്ങനെ മിസുക്കി ഇറൂക്കയോട് പറയാണ്, നറൂട്ടോ ആ സ്ക്രോൾ ഉപയോഗിച്ച് ഈ നാടിനെ നശിപ്പിക്കും. അത് കേൾക്കുന്ന ഇറൂക്ക അവൻ അങ്ങനെയല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം നോക്കിക്കണ്ട് തേർഡ് ഹുക്കാഗെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നറൂട്ടോയുടെ പിന്നാലെ വരുന്ന ഇറൂക്ക നറൂട്ടോയോട് ആ സ്ക്രോൾ ചോദിക്കുകയാണ്. പക്ഷേ നറൂട്ടോയുടെ മുന്നിൽ വരുന്ന ഇറൂക്കയെ നറൂട്ടോ തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. അത് ഇറൂക്കയല്ലായിരുന്നു, പകരം മിസുക്കി ആയിരുന്നത്. മിസുക്കി നറൂട്ടോയോട് ചോദിക്കുന്നു, നിനക്ക് ഞാൻ ഇറൂക്കയല്ല എങ്ങനെ മനസ്സിലായി? അത് കേൾക്കുന്ന നറൂട്ടോ പെട്ടെന്ന് ചിരിച്ച് അവന്റെ രൂപം മാറുകയാണ്. കാരണം അത് നറൂട്ടോ അല്ലായിരുന്നു, പകരം ഇറൂക്കയായിരുന്നു. അങ്ങനെ ഇറൂക്കയെ നോക്കി മിസുക്കി പറയാണ്, നീ എന്തിനാണ് ആ മണ്ടിനെ സംരക്ഷിക്കാൻ നോക്കുന്നത്? അവനാണ് നിന്റെ കുടുംബത്തെ കൊന്നത്. അത് കേൾക്കുന്ന ഇറൂക്ക തിരിച്ചു പറയാണ്, അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ ആ സ്ക്രോൾ നേടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ഇതെല്ലാം കേട്ട് മരത്തിന്റെ പുറകിൽ നറൂട്ടോ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇസുക്കി പിന്നെ നറൂട്ടോയെ പറ്റി പറയാണ്, നറൂട്ടോ എന്റേതുപോലെയാണ്, ഒരു മൃഗത്തെ പോലെ. തന്റെ ശക്തി വർദ്ധിപ്പിക്കാനാണ് അവൻ ശ്രമിക്കുക. തിരിച്ച് ഇറൂക്ക പറയാണ്, മൃഗങ്ങൾ അങ്ങനെയായിരിക്കും, പക്ഷേ നറൂട്ടോ അങ്ങനെയല്ല. അവൻ സ്വയം കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് അവൻ 9 വാലുള്ള കുറുക്കനല്ല, അവൻ വ്യത്യസ്തനാണ്. അതെല്ലാം കേൾക്കുന്ന നറൂട്ടോ അവിടെ ഇരുന്ന് കരയുകയാണ്. അത് കേൾക്കുന്ന മിസുക്കി ഇറൂക്ക സെൻസൈക്ക് നേരെ അവന്റെ രണ്ടാമത്തെ നിഞ്ച ബ്ലേഡ് വീശി എറിയാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് നറൂട്ടോ വന്ന് മിസുക്കിയെ അടിച്ചു തെറിപ്പിക്കുകയാണ്. അത് കാണുന്ന ഇറൂക്ക വരെ അതിശയിച്ചു പോകുന്നുണ്ട്. നിലത്തേക്ക് തലയും തല്ലി വീഴുന്ന മിസുക്കിയെ നോക്കി നറൂട്ടോ, എന്റെ സെൻസയെ തൊടുവടാ, എന്നാ ഞാൻ നിന്നെ കൊല്ലും. മിസുക്കി അവനോട് പറയാണ്, പീറ ചെറുക്ക, ഒരടിക്ക് നീയില്ല. അങ്ങനെ നറൂട്ടോ മിസുക്കിയെ തോൽപ്പിക്കാൻ വേണ്ടി ഷാഡോ ക്ലോൺ ജുട്സു യൂസ് ചെയ്യുകയാണ്. അതെ, അവന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ജുട്സു. അത് കാണുന്ന ഇറൂക്ക വരെ അതിശയിച്ചു പോവാണ്. കാരണം ജുട്സു ഉപയോഗിക്കുമ്പോൾ അവിടെ വരുന്നത് ഒരു ക്ലോണല്ല, പകരം 1000കണക്കിന് ക്ലോൺസ് ആണ്. അവരെല്ലാം കണ്ട് മിസുക്കി പേടിച്ച് നിലത്തിരിക്കുകയാണ്. അവന് ചുറ്റും കൂടി നിൽക്കുന്ന നറൂട്ടോ പറയാണ്, ഡാ വാടാ, എന്നെ കൊല്ലാൻ വാടാ. നീയല്ല പറഞ്ഞേ ഒറ്റയടിക്ക് ഞാനില്ലെന്ന്. എന്താടാ വാടാ, നീ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. അങ്ങനെ അവിടെ വെച്ച് മിസുക്കിയുടെ കഥ കഴിയാണ്. അടിച്ച് നിരപ്പായി കിടക്കുന്ന മിസുക്കിയുടെ അടുത്ത് നറൂട്ടോ നേരെ നിന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് ഇറൂക്കയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? തിരിച്ച് ഇറൂക്ക പറയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ശേഷം ഇറൂക്ക മനസ്സിൽ ചിന്തിക്കുകയാണ്, അവൻ എല്ലാരേക്കാൾ ഡിഫറെന്റ് ആണ്. ഒരു പക്ഷേ അവൻ ഹുക്കാഗയേക്കാൾ മുകളിൽ പോവും.
അത്രയ്ക്ക് അവൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് തേർഡ് ഹുക്കാഗെയാണ്. തേർഡ് ഹുക്കാഗെ അവിടെ കൂടി നിൽക്കുന്ന നിഞ്ചാസിനെയൊക്കെ പിരിച്ചു വിടുകയാണ്. എല്ലാവരും തിരിച്ചു പോയിക്കോ, ക്രോൾ സുരക്ഷിതമാണ്, അത് ഉടൻ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. പിന്നീട് കാണിക്കുന്നത് നറൂട്ടോയെ സർപ്രൈസ് ചെയ്യുന്ന ഇറൂക്ക സെൻസെയാണ്. കണ്ണുകൾ തുറക്കുന്ന നറൂട്ടോയോട് ഇറൂക്ക സെൻസെ പറയാണ്, നറൂട്ടോ നീ ഗ്രാജുവേറ്റ് ആയി, അതുകൊണ്ട് ഇത് ആഘോഷിക്കാൻ നമുക്ക് പുറത്തേക്ക് പോവാം, നിനക്ക് ഇഷ്ടപ്പെട്ട രാമൻ കഴിക്കാം. അത് കേൾക്കുന്ന നറൂട്ടോ ഇറൂക്ക സെൻസെയെ കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് കരയുകയാണ്. അങ്ങനെ ഇതൊരു തുടക്കം മാത്രമാണെന്ന് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഗ്രാജുവേറ്റ് ആയ നറൂട്ടോയുടെ ജീവിതത്തിൽ ഇനി എന്തു സംഭവിക്കുമെന്ന് അറിയാൻ എല്ലാവരും അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഓൾ എന്ന ഓപ്ഷനിൽ സെറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടി എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാ സീരീസിൻ്റെയും എപ്പിസോഡ് ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യും. കാണാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ അതുകൂടി ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കുക. എന്നാൽ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ആൻഡ് മൂവി ലവേഴ്സ്